ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ MTC സീരീസിലെ ഫസ്റ്റ് സെഷനിലേക്ക് പോവാണ്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. ഓക്കെ, സോ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൻ്റെ ഒരു രണ്ട് സെഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. അതുവരെ നമുക്ക് MTC കവർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. 3x⁴ into 2x³. ഓക്കെ, സോ എന്താ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. 3x⁴ into 2x³. നമുക്ക് ആ ക്വസ്റ്റൻ അതുപോലെ ഒന്ന് എടുത്ത് എഴുതാം. 3x⁴ into 2x³. ഇവിടെ 3 2 നമുക്ക് നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ബാക്കി x⁴ into x³ ആണുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m into a⁻n എന്ന് വെച്ചാൽ എന്തായിരിക്കും? a⁻m + n ആയിരിക്കും. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ 6 into x⁴ into x³ ആണുള്ളത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6 into x⁴ + 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 4 + 3 എന്താകും? 6x⁷ ആയി മാറും. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റനിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്തായിരിക്കും? സി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോകാം. 16⁻x = 4⁻4. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എക്സ് എന്താണ്? സോ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു a⁻b = a⁻c ആണെന്ന് വിചാരിക്കും. അങ്ങനെ നമുക്ക് യൂഷ്വലി b = c എന്ന് പറയാൻ പറ്റും. ഇൻ കേസ് a എന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് b = c എന്ന് പറയാൻ പറ്റും. സോ അതേ പരിപാടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? 16⁻x = 4⁴ എന്നുള്ള കേസ് ആക്കണം. പക്ഷെ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും ബേസ് a ആണോ എന്ന് വെച്ചാൽ സെയിം ആണോ എന്ന് വെരിഫൈ ചെയ്യണം. സോ നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? 16⁻x = 4⁴. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസ് രണ്ടും സെയിം ആക്കാൻ പറ്റും. സോ ഞാനിവിടെ 16 എനിക്കറിയാം 16 എന്ന് വെച്ചാൽ 4² ആണ്. 4 × 4 4² ആണ് 16. സോ ഞാൻ അതിന് ഇങ്ങനെ എഴുതാൻ പോവാണ്. 4² all⁻x = 4⁴ എന്ന് എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. a⁻m all⁻n അതിൻ്റെ വാല്യൂ എന്താണ്? a⁻mn ആണ്. സോ എക്സ്പോണൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ഇവിടെ എന്താകും? 4⁻2 × x ആയി മാറും = 4⁴. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇത് എന്നാൽ ആ കേസ് തന്നെയാണ്. നമ്മൾ ബേസ് രണ്ടും സെയിം ആക്കി, ബേസ് പോസിറ്റീവ് നമ്പറാണ്. സോ 2x ഉം 4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ 2x = 4 ആയി വരും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? x = 2 ആണ്. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. x = 2 ആയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1000⁻9 / 1000⁻24. ഇത് നേരത്തെ അപ്ലൈ ചെയ്ത ഒരു സിമിലർ കൺസെപ്റ്റ് ആണ്. യെസ്, നമ്മളിവിടെ രണ്ട് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൻ്റെ രണ്ട് മെത്തഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ശരി, രണ്ട് പ്രോപ്പർട്ടി നമ്മളിവിടെ യൂസ് ചെയ്യും. 1000⁻9 / 10⁻24 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ 1000നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10⁻3 എന്ന് എഴുതാൻ പറ്റും. all⁻9 / 10⁻24. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m all⁻n = a⁻mn. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 10⁻3 × 9 എന്ന് എഴുതാൻ പറ്റും / 10⁻24. അതായത് 10⁻27 / 10⁻24. ഇതെന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പലർക്കും അറിയാം. a⁻m / a⁻m / a⁻n = a⁻m - n ആയിരിക്കും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ വാല്യൂ 10⁻27 - 24 ആയിരിക്കും. അതായത് 10⁻3 ആയിരിക്കും. 10⁻3 എന്താ നിങ്ങൾക്കറിയാം? അത് 1000 ആയിരിക്കും. സോ 1000 or 10⁻3 ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ബി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് √3n = 729, അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് n എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. റൂട്ട് ഓഫ് എ നമ്പർ എന്ന് വെച്ചാൽ എൻ്റെ റൂട്ട് എടുക്കുക എന്ന് വെച്ചാൽ എൻ്റെ ½ എടുക്കുക എന്നതാണ്. ഓക്കെ, റൂട്ട് ചെയ്യുന്നത് വെച്ചാൽ a⁻½ ആണ് റൂട്ട് ചെയ്യുന്നത് വെച്ചാൽ. സോ അതേ കൺസെപ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യാം. സോ √3n ആണ് 729 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
3n എന്നുള്ളതിന് നമുക്ക് √3n എങ്ങനെ പറയാൻ പറ്റും? 3n all raised to 1/2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുണ്ട് a⁻m all raised to n is equal to a⁻mn ആണ്. സോ അതേ പരിപാടി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവാണ്. ഇതെന്തായിരിക്കും? 3n × 1/2, അതായത് 3n/2. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ 729 ഈക്വൽ ആയിരിക്കും. 729 എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. അത് 9³ ആണ്, അതായത് 3/6 ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് 3n/2 ഈക്വൽ ടു 3/6 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ചെയ്താണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പറയാം. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷനിൽ നിന്ന് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പോണൻഷ്യൽ പവേഴ്സിൻ്റെ സെക്കൻഡ് സെഷനുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം.